അരുണേട്ട, നരേന്ദ്രനങ്കിളിനെ അച്ഛനും അരുണേട്ടനും പരിചയമുണ്ട്. എന്നാൽ കിരണിനെ അത്ര പരിചയമില്ലല്ലോ. കിരണിനെക്കുറിച്ച് ഒന്നും അറിയാതെ അമ്മുവിനെ കിരണിന് കല്യാണം ചെയ്ത് കൊടുക്കണോ? രാജി ചോദിച്ചു. നീ മിണ്ടാതിരിക്ക്. ഇതെൻ്റെ പെങ്ങളുടെ കാര്യാ. ഞങ്ങൾക്കറിയാം എന്താ വേണ്ടതെന്ന്. നിന്റെ മനസ്സിൽ നിന്റെ ഏട്ടനെ കൊണ്ട് അമ്മുവിനെ കല്യാണം കഴിപ്പിക്കുക എന്നായിരിക്കുമല്ലേ? അരുൺ ചോദിച്ചു. അയ്യോ, അതുകൊണ്ടല്ല അരുണേട്ടാ. കിരൺ വിദേശത്ത് വളർന്നതല്ലേ. സ്വഭാവം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്നും അറിയാതെ എങ്ങനെ ഒരു കല്യാണം നടത്തുക? രാജി ചോദിച്ചു. നാട്ടിലും വിദേശത്തുമായി ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളാ നരേന്ദ്രൻ അങ്കിൾ. ബിസിനസ് പഴയതിനേക്കാൾ വളർന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു തരത്തിലും അവർ താഴോട്ട് പോയിട്ടില്ല. കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ അതെല്ലാം നടക്കുമോ? ബിസിനസ്സിൽ ഇപ്പോൾ അവൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെന്നാ നരേന്ദ്രൻ അങ്കിൾ പറഞ്ഞത്. അവനങ്ങനെ സ്വഭാവദൂഷ്യമുള്ള ആളാണെങ്കിൽ കിരണിനെ ഇപ്പോൾ തന്നെ നരേന്ദ്രൻ അങ്കിൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുമായിരുന്നോ? എൻ്റെ പെങ്ങളെ നല്ലൊരു ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിലേക്ക് തന്നെ കെട്ടിച്ചു വിടണമെന്നുണ്ട്. അവളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് നാട്ടുകാർ വരെ അസൂയപ്പെടണം. അത്തരം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രൻ അങ്കിളിൻ്റെ ഫാമിലിയാ. അവരുമായി നമുക്കൊരു ബന്ധം ഉണ്ടാകുന്നത് ഒരു അന്തസ്സ് തന്നെയാ, അരുൺ പറഞ്ഞു. അവരുടെ കുടുംബമായി നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നത് നല്ലത് തന്നെയാ. എന്നാൽ നരേന്ദ്രനെയോ അയാളുടെ ബിസിനസ്സിനെയോ മാത്രം നോക്കിയാൽ പോരാ. അവൾ ജീവിക്കേണ്ടത് കിരണിൻ്റെ കൂടെയാ, ജയ പറഞ്ഞു. ഈ വീട്ടിൽ പെണ്ണുങ്ങളുടെ ശബ്ദം ഇതുവരെ പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും അത് വേണ്ട. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. കിരണിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തന്നെയാ നാട്ടിലേക്ക് അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കമ്പനിയിലെ കാര്യങ്ങളൊന്ന് ശരിയാക്കാൻ കിരണിനെ കുറച്ച് ദിവസം കമ്പനിയിൽ നിർത്തണമെന്ന് നരേന്ദ്രനോട് ആവശ്യപ്പെട്ടത്, രാജശേഖരൻ പറഞ്ഞു. പിന്നീട് ജയയോ രാജിയോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കഴിച്ചെഴുന്നേറ്റ് രാജശേഖരനും അരുണും ഓഫീസിലേക്ക് പോയി. സൈറ്റിലെ വിസിറ്റെല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അമ്മു ഹരിയോട് ഒന്നുകൂടെ പറഞ്ഞു. പ്ലീസ്, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ? നിന്റെ ഏട്ടനെ ഈ വീഡിയോ ഞാൻ കാണിക്കില്ല. എൻ്റെ ഫോണെടുത്ത് സാർ നോക്കാനും പോകുന്നില്ല. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ നിനക്ക് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനു മുൻപ് ഈ വീഡിയോയെക്കുറിച്ചൊന്ന് ഓർക്കുമല്ലോ. അതുകൊണ്ട് ഇതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇപ്പം നീ കാറിൽ നിന്നിറങ്ങ്, ഹരി പറഞ്ഞു. അമ്മു ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങിപ്പോയി. കാറിൻ്റെ കീ റിസപ്ഷനിൽ കൊടുക്കുമ്പോൾ രേവതി ഹരിയോട് ചോദിച്ചു. അമ്മു മാഡം ഇന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ. അമ്മു മാഡത്തിൻ്റെ ദേഷ്യം കുറയ്ക്കാനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഹരി പറഞ്ഞു. ദേഷ്യം കുറയ്ക്കാനുള്ള മരുന്നോ? രേവതി ചോദിച്ചു. അവളെ പൂട്ടാൻ ഒരു പൂട്ട് കിട്ടി. ഇനി അമ്മു മാഡം ഈ ഹരിയുടെ പാവക്കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞ് ഹരി അകത്തേക്ക് കയറിപ്പോയി. ഹരി അവൻ്റെ സീറ്റിൽ പോയിരുന്ന് അമ്മുവിനോട് പറഞ്ഞു. ഇന്ന് സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്ത റിപ്പോർട്ടെല്ലാം അതത് കസ്റ്റമറുടെ ഫയലിൽ ആഡ് ചെയ്യ്. അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഞാൻ വീട്ടിൽ പോവുക, അമ്മു പറഞ്ഞു. വീട്ടിൽ പോവേ? അതിന് സമയമായിട്ടില്ലല്ലോ, ഹരി ചോദിച്ചു. സമയം നോക്കി വർക്ക് ചെയ്യാൻ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല, അമ്മു പറഞ്ഞു. ഉത്തരവാദിത്തത്തോടുകൂടി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് പങ്ക്ച്വാലിറ്റി ആവശ്യമാണ്. അത് സ്വന്തം സ്ഥാപനമായാലും, ഹരി പറഞ്ഞു. അതെ, പങ്ക്ച്വാലിറ്റിയുടെ കാര്യം നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരനല്ലേ. നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി നിങ്ങൾ, എന്ന് പറഞ്ഞ അമ്മു അവിടുന്ന് പോകാനായി അവളുടെ ബാഗ് എടുക്കാൻ പോയപ്പോൾ അവിടേക്ക് അരുൺ വന്നു. ഹരി, ഒരാൾ വീടിൻ്റെ പ്ലാനിന് തന്നിരുന്നോ? അരുൺ ചോദിച്ചു. തന്നിരുന്നു സർ, ഹരി പറഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞോ? അരുൺ ചോദിച്ചു. ഇല്ല സർ, അത് ചെറിയൊരു വർക്കല്ലേ. അതുകൊണ്ട് അമ്മുവിനെ ഏൽപ്പിച്ചിരുന്നു. അമ്മുവിന് തീരെ ഉത്തരവാദിത്വമില്ല. ചെയ്യാൻ കൊടുത്ത വർക്ക് ചെയ്തു തീർക്കാതെ സമയത്തിന് മുൻപ് തന്നെ വീട്ടിൽ പോണമെന്നാ അമ്മു പറയുന്നത്, ഹരി പറഞ്ഞു. എന്താ അമ്മു ഇത്? വർക്ക് ചെയ്യാൻ തന്നാൽ സമയത്തിന് തീർക്കണ്ടേ? അരുൺ ചോദിച്ചു. നാളെ ചെയ്യാട്ടാ, അമ്മു പറഞ്ഞു. ഒന്നും നാളേക്ക് മാറ്റി വയ്ക്കണ്ട. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം. നീ അത് ചെയ്തു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി, അരുൺ അമ്മുവിനോട് പറഞ്ഞു. ഏട്ടാ, ഇയാൾ ഇന്ന് രാവിലെ പറഞ്ഞത് അത് അടുത്ത ആഴ്ച കൊടുത്താൽ മതിയെന്നാ. അതുകൊണ്ടാ അത് ഇന്ന് ചെയ്യാതിരുന്നത്, അമ്മു പറഞ്ഞു. നിനക്ക് ഉത്തരവാദിത്തം മാത്രമല്ല, മാനേഴ്സും ഇല്ല. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഹരിയെ ഇങ്ങനെയൊന്നും പറയരുതെന്ന്, അരുൺ പറഞ്ഞു. അത് മാത്രമല്ല സാർ, പങ്ക്ച്വാലിറ്റിയും ഇല്ല. 9:30 കഴിയും വരാൻ. 4:30 ആവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വീട്ടിൽ പോകാൻ നിൽക്കുക. സ്വന്തം സ്ഥാപനമായാലും കുറച്ച് പങ്ക്ച്വാലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഹരി പറഞ്ഞു. അമ്മു, ഇങ്ങനെ ആയാൽ ശരിയാവില്ല. നാളെ മുതൽ 9 മണിക്ക് ഓഫീസിലെത്തണം. 5 മണിക്കേ ഇവിടുന്ന് പോകാവൂ.
ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുന്നത് ശരിയല്ല, അരുൺ പറഞ്ഞു. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. ഞാൻ വിചാരിച്ചത് സാർ അനുവദിച്ചതുകൊണ്ടാണ് അമ്മു ഇങ്ങനെ ചെയ്യുന്നതെന്നാ. ഇനി അമ്മുവിനെ ഉത്തരവാദിത്വം ഞാൻ പഠിപ്പിച്ചോളാം, ഹരി പറഞ്ഞു. അമ്മു ദേഷ്യത്തോടെ ഹരിയെ നോക്കി. അപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് അവളെ കാണിച്ചു. അത് കണ്ടതും അവൾ ഒന്നും മിണ്ടാതെ അനുസരണയുള്ള കുട്ടിയായി അവിടെ നിന്നു. ഹരി, അമ്മുവിന് എല്ലാം നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. ഇവൾ കല്യാണം കഴിഞ്ഞ് മറ്റൊരിടത്ത് ചെന്നാൽ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതായാൽ അവരെന്ത് കരുതും? ഇവിടുന്ന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കില്ലേ, അരുൺ പറഞ്ഞു. അത് ഞാൻ ഏറ്റു സർ, ഹരി പറഞ്ഞു. ശരി ഹരി. അമ്മു, ഹരി ചെയ്യാൻ പറഞ്ഞ വർക്കെല്ലാം സമയത്തിന് ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞ് അരുൺ അവിടുന്ന് പോയി. അമ്മു, പറയുന്നത് കേട്ടല്ലോ. വർക്കെല്ലാം വേഗം ചെയ്തു തീർക്ക്, എന്നിട്ട് പോയാൽ മതി, ഹരി പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അവളുടെ സീറ്റിൽ ചെന്നിരുന്നു. നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ വിചാരിച്ച് ഹരി അവൻ്റെ സീറ്റിൽ പോയിരുന്ന് അവൻ്റെ വർക്ക് തുടങ്ങി. 5:30 കഴിഞ്ഞിട്ടും അമ്മുവിനെ കാണാത്തതുകൊണ്ട് രാജി അമ്മുവിനെ വിളിച്ചു. വർക്ക് കഴിഞ്ഞിട്ടില്ല ഏടത്തി, കുറച്ച് സമയം കൂടെ കഴിയും എന്ന് പറഞ്ഞ് അമ്മു കോൾ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഹരി അവൻ്റെ ജോലിയെല്ലാം തീർത്ത് വീട്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മുവിനോട് പറഞ്ഞു, ഇനി നാളെ വന്ന് ചെയ്താൽ മതി, പൊയ്ക്കോ. ഇതെൻ്റെ ഓഫീസാ, നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് പോകാൻ, അമ്മു അവനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു. ഇനിയും നിന്റെ അഹങ്കാരം തീർന്നിട്ടില്ലല്ലേ? ഞാൻ ഈ വീഡിയോ നിന്റെ ഏട്ടനെ കാണിക്കട്ടെ? എങ്കിൽ പിന്നെ ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം നിനക്കുണ്ടാകില്ല. വീട്ടിൽ പൂട്ടിയിട്ടോളും, വേണോ, ഹരി ചോദിച്ചു. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ, അമ്മു ചോദിച്ചു. അല്ലാതെ നീ നല്ല സ്വഭാവം കാണിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക, ഹരി ചോദിച്ചു. അവൾ ദേഷ്യം വന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോയി. വീട്ടിൽ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അമ്മു ദീപകിനെ ഫോണിൽ വിളിച്ചു. അയാൾക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നെ പണി കിട്ടി ദീപക്. നമ്മൾ ഒന്നിച്ച് ഇളനീർ കുടിക്കുന്ന വീഡിയോ അയാളുടെ ഫോണിലുണ്ട്. ഇപ്പോൾ അയാൾ അത് കാണിച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, അമ്മു പറഞ്ഞു. ബ്ലാക്ക്മെയിൽ ചെയ്യേ, ദീപക് ചോദിച്ചു. അതെ, ആ വീഡിയോ ഏട്ടനെ കാണിക്കുമെന്ന് പറഞ്ഞ് അയാൾ എന്നെക്കൊണ്ട് അവിടെയുള്ള ജോലികൾ ചെയ്യിക്കാൻ നോക്കുക, അമ്മു പറഞ്ഞു. അത്രേ ഉള്ളോ? അത് നീ എന്തായാലും ചെയ്യേണ്ട ജോലിയല്ലേ, പിന്നെ അതെങ്ങനെ ബ്ലാക്ക്മെയിൽ ആവും, ദീപക് ചോദിച്ചു. ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ സ്വയം ചെയ്യേണ്ടതാ, എന്നാൽ അയാൾ എന്നെക്കൊണ്ട് ചെയ്യിക്കുക. ഇപ്പം എനിക്ക് അയാളോട് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദേഷ്യം തോന്നുന്നുണ്ട്, അമ്മു പറഞ്ഞു. നീ അയാളോട് ദേഷ്യം കാണിക്കാതെ ജോലികൾ നന്നായി പഠിച്ചെടുക്ക്. ഒരു ഓഫീസിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്ക്. അയാൾ അറിഞ്ഞ സ്ഥിതിക്ക് അത് നിന്റെ ഏട്ടനോട് പറയാതിരിക്കില്ല. പെട്ടെന്ന് തന്നെ എന്തു സംഭവിക്കാം, ദീപക് പറഞ്ഞു. എന്ത് സംഭവിക്കുമെന്ന്, അമ്മു ചോദിച്ചു. നിന്റെ ഏട്ടൻ അറിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ അറിഞ്ഞൂടെ? നീ വിചാരിക്കുന്നത് പോലെ നീ വാശി പിടിച്ചാൽ നിന്റെ ഏട്ടൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പിരിയേണ്ടി വരും, ദീപക് പറഞ്ഞു. ദീപക്, നീ എത്ര ഈസിയായ ഇത് പറയുന്നത്? നിനക്ക് എന്നെ പിരിയുന്നതിൽ ഒരു വിഷമമില്ലേ, അമ്മു ചോദിച്ചു. വിഷമമില്ലാതല്ല, എന്നാൽ നിന്റെ അച്ഛനും ഏട്ടനും നമ്മുടെ കല്യാണം നടത്തി തരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല, ദീപക് പറഞ്ഞു. ഞാൻ മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാതെ വേറെ എന്ത് വഴിയാണ് ഉള്ളത് അവർക്ക്, അമ്മു ചോദിച്ചു. എനിക്കറിയില്ല അമ്മു, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നുണ്ട്, ദീപക് പറഞ്ഞു. ദീപക്, നീ പേടിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തിയിരിക്കും. പക്ഷേ അതിനു മുൻപ് നിനക്കൊരു ജോലി ആവണം, അമ്മു പറഞ്ഞു. ജോലി ആവണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണ്ടേ, അമ്മു ചോദിച്ചു. എടാ, നിനക്ക് എവിടെയെങ്കിലും ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്തൂടെ? അതുപോലും ചെയ്യാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാലോ, അമ്മു ചോദിച്ചു. നീ ജോലി ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിൽ നിനക്ക് അസൂയാണോ, ദീപക് ചോദിച്ചു. ദീപക്, എനിക്ക് നിന്നോട് എന്തിനാ അസൂയ? ഞാൻ നമുക്ക് വേണ്ടിയല്ലേ പറയുന്നത്, അമ്മു പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി അമ്മു, ഞാൻ വെറുതെ ചോദിച്ചതാ, ദീപക് പറഞ്ഞു. ശരി ദീപക്, ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ല, പോയി വല്ലതും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മു കോൾ കട്ട് ചെയ്തു. പിറ്റേന്ന് ഹരി ഓഫീസിലെത്തിയപ്പോൾ രേവതി വന്നു പറഞ്ഞു, ഹരിയേട്ടനെ അരുൺ സാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹരി അരുണിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ഡോറിൽ മുട്ടി അനുവാദം വാങ്ങിയ ശേഷം ഹരി അകത്തേക്ക് കടന്നപ്പോൾ അരുൺ ചോദിച്ചു, ഇന്നലെ സൈറ്റിൽ പോയപ്പോൾ എന്താ ഉണ്ടായത്? ഹരി ഒന്ന് ഞെട്ടി അരുണിനെ തന്നെ നോക്കി നിന്നു. ഹരി, നിന്നോടാ ചോദിച്ചത്, അരുൺ പറഞ്ഞു. ഏയ്, പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ഹരി പറഞ്ഞു. സൈറ്റിൽ നിന്ന് ഹരി അമ്മു വഴക്കുണ്ടായോ, അരുൺ ചോദിച്ചു.
ഇല്ല സർ, ഹരി പറഞ്ഞു. പിന്നെന്തിനാ അമ്മ മറ്റൊരാളുടെ ബൈക്കിൽ സൈറ്റിൽ നിന്ന് പോന്നത്? അരുൺ ചോദിച്ചു. അത് സാർ, കാർ കുറച്ച് ദൂരെ നിർത്തിയിരുന്നത്. വെയിലിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മ അപ്പോൾ വരുന്നുണ്ടായിരുന്ന ഒരാളുടെ ബൈക്കിൽ കയറി പോന്നു. അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഹരി പറഞ്ഞു. നിന്റെ ഫോൺ അൺലോക്ക് ചെയ്തതാ? അരുൺ പറഞ്ഞു. അത് കേട്ട് ഹരി ഒന്ന് ഞെട്ടി. അവൻ മെല്ലെ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തതും അരുൺ അത് തട്ടിപ്പറിച്ചു വാങ്ങിച്ചു. ഇത് അൺലോക്ക് ചെയ്യ്, അരുൺ പറഞ്ഞു.